உம்மிடத்தில் என் ஆத்துமாவை உயர்த்துகிறேன். சங்கீதம் 143:8. For I lift up my soul unto thee. Psalms 143:8. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் கோசிஸ் மினிஸ்ட்ரீஸின் யூடியூப் சேனல் வாயிலாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். தேவனாகிய கர்த்தர் இந்த மாதத்திலே தம்முடைய வார்த்தைகளை நிறைவேற்ற உண்மையுள்ளவராயிருக்கிறார். ஆதலால் அவர் சொன்ன வார்த்தையின்படியே நிறைவேற்றுவார். நாம் கண்ட எல்லா துயரங்களுக்கும், சூழ்நிலைகளுக்கும், பிரச்சனைகளுக்கும், கடன் பாரங்களுக்கும் பலனாக தேவனுடைய வார்த்தையை பிடித்து கொள்ளுவோம். நிச்சயம் தேவனாகிய கர்த்தர் தம்முடைய வார்த்தையின்படியே நம்மை ஆசீர்வதிப்பார். இந்த 2வது மாதத்திலே ஒவ்வொரு நாளும் தேவனுடைய வார்த்தையை கேளுங்கள், அறிக்கை செய்யுங்கள், விசுவாசியுங்கள். கர்த்தர் சொன்ன வாக்கு தத்தங்களை அவர் நிறைவேற்றுவார் என்று விசுவாசிப்போம், காத்திருப்போம். தேவனாகிய கர்த்தர் இந்த மாதத்திலே பெரிய காரியங்களை செய்வாராக. ஆமேன். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഫെബ്രുവരി മാസത്തിൽ വീണ്ടും നമുക്കൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് നൽകി തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടിയിരുന്ന് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് ഇടപെടുവാൻ മതിയായ ദൈവമാണ്. ഇന്നുവരെയും നമുക്കങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഗോഡ് ഹൂ സീസ് മിനിസ്ട്രിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന തോമസ് സാറിനെയും തൻ്റെ ടീം അംഗങ്ങളെയും എല്ലാവരെയും ദൈവം ധാരാളമായി മാനിക്കട്ടെ എന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ ചില ജീവിതങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിപ്പാൻ ഇടവരുന്നതിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം, ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. അതും അതിൻ്റെ പശ്ചാത്തലവുമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ചു ചെയ്തു, തൻ്റെ മഹത്വം വെളിപ്പെടുത്തി, അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: യേശു അതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തൻ്റെ മഹത്വം വെളിപ്പെടുത്തി, അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യേശു ചെയ്ത ഒരു പ്രവൃത്തി, അത് ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ യേശുവിൻ്റെ നാമം മഹത്വം എടുക്കുവാൻ വേണ്ടി പിതാവ് തന്നിലൂടെ ചെയ്തു. ഈ പ്രവൃത്തി കണ്ടിട്ട് ശിഷ്യന്മാർ തന്നിൽ വിശ്വസിച്ചു എന്നാണ് നമ്മൾ ഇതിൻ്റെ അർത്ഥമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ സ്തോത്രം, ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, ദൈവം നമ്മുടെ ഇടയിൽ, നമ്മുടെ ജീവിതത്തിൽ സജീവമായി എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറുതാകട്ടെ വലുതാകട്ടെ, ഏത് സാഹചര്യത്തിലും നാം കടന്നു പോകുന്ന ഏതവസ്ഥയിലും ദൈവത്തിൻ്റെ നിരന്തരമായ കരത്തിൻ്റെ പ്രവൃത്തികൾ, നിയന്ത്രണങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന ഒരു വചനമാണ് നമുക്കിവിടെ വായിപ്പാൻ ഇടയായി തീർന്നിരിക്കുന്നത്. ആ പ്രവൃത്തികൾ ദൈവം ഇടുന്നത് എന്തിനാണ്? ആ ഇടപെടലുകളൊക്കെ ദൈവനാമ മഹത്വത്തിനാണ് എന്ന് നമുക്ക് ചിന്തിപ്പാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, പ്രൈസ് ദി ലോർഡ്, എന്നോട് പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ് എന്നുള്ള വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം പറയാൻ ഇടയായത്: പാസ്റ്ററെ, എനിക്കൊരു സർജറി ഉണ്ട്, പ്രൈസ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ മറ്റൊരു
വ്യക്തി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ സ്കൂളിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുത്തിട്ടില്ല, എൻ്റെ ഹാൾ ടിക്കറ്റൊക്കെ അവരുടെ ഹാൾ ടിക്കറ്റ് ലഭിക്കാൻ സമയമായി, അത് ഫീസ് കൊടുക്കാനുണ്ട്, അത് കൊടുക്കാതെ എനിക്കത് വാങ്ങാൻ കഴിയുകയില്ല, എനിക്ക് വാടകയുടെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയാനിടയായി. സെയിം ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം എന്നോട് ഈ വിഷയം പറയുമ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. സ്തോത്രം. അതുപോലെ ആ രോഗിയായ വ്യക്തി എന്നോട് ഇത് പറഞ്ഞു, ഒരു ദൈവദാസൻ എന്ന നിലയിൽ എന്നോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നിൽ കണ്ടത് ഒരു ദൈവദാസനെ മാത്രമല്ല, എന്നിൽ പ്രവർത്തിക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ടാണ്, എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ടാണ് തൻ്റെ ആ രോഗമെന്തെന്ന് ഞാൻ പറയുന്നില്ല, ആ രോഗത്തിൻ്റെ ആ കാഠിന്യം എത്രമാത്രം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി ഭയത്തോടെ അല്ലെങ്കിൽ ഭീതിയോടെയാണ് എന്നോട് സംസാരിപ്പാൻ ഇടയായത്. നമ്മളിൽ വസിക്കുന്ന യേശുവിനെയാണ് അവർ കണ്ടത്, നമ്മളെയല്ല. പ്രൈസ് ദി ലോർഡ്. ആ യേശു അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായ ദൈവമാണ്. ആ യേശു അവരുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളോട് അവരുടെ ഹൃദയം, അവരുടെ വേദന പറയാൻ ഇടയായത്. ആകയാൽ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ സുഹൃത്തിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും വിഷയങ്ങളുടെ മേൽ ദൈവം സജീവമായി ഇടപെടട്ടെ, ദൈവം സജീവമായി ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച ഈ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ഒരു അത്ഭുതം എവിടെയാണ് ചെയ്തത്? കാനാവിലെ കല്യാണ വീട്ടിൽ, ഗലീലയിലെ കാനാവിലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അവിടെ യേശുവിനെയും ശിഷ്യന്മാരെയും യേശുവിൻ്റെ അമ്മയെയും ഒക്കെ ആ വിവാഹത്തിന് ക്ഷണിച്ചു. പക്ഷേ അപ്രതീക്ഷിതമായി, ദൈവത്തിന് സ്തോത്രം, എന്താ സംഭവിച്ചത്? ആ വിരുന്നുവാഴി അല്ലെങ്കിൽ ആ വിവാഹം നടത്തിയ ആ കുടുംബക്കാരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അവരുടെ ജീവിതത്തിൽ അല്പം കുറവുകൾ സംഭവിക്കാനിടയായി. എന്താ കുറഞ്ഞു പോയത്? അവർ വളരെയധികം സ്തോത്രം വിലമതിക്കുന്നതായ പ്രൈസ് ദി ലോർഡ് വീഞ്ഞ് കുറഞ്ഞുപോയി, തികയാതെ വന്നു, തീർന്നുപോയി. ഇനി അവർക്ക് വിളമ്പാൻ ആരുമില്ല, വിളമ്പാൻ സാധനമില്ല. സ്തോത്രം. അങ്ങനെ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് അവർ എത്തിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് എന്തു ചെയ്യാൻ കഴിയും? ആ കുടുംബത്തിൻ്റെ മേൽ വരുന്ന അപമാനം വളരെ വലുതാണ്, വലിയ പ്രതിസന്ധിയാണ്. ഒരുപക്ഷെ ക്ഷണിക്കപ്പെട്ടവരൊക്കെ സ്തോത്രം അവർ വളരെ ആകാംക്ഷയോടെ കടന്നു വന്നവരാണ്. അവരുടെ മുമ്പിൽ ക്ഷണിച്ച വ്യക്തി അപമാനിക്കപ്പെടാതിരിക്കാനായിട്ട് പ്രൈസ് ദി ലോർഡ് എന്താണ് ചെയ്യാൻ കഴിയുക? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ആ കുടുംബത്തിലെ ബന്ധുക്കൾക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. യേശുവിൻ്റെ അമ്മയെയും ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ കുടുംബവുമായിട്ട് അത്രമാത്രം അഭേദ്യമുള്ള വ്യക്തിയാണ് ആ കുടുംബം. എന്നാൽ അവർക്ക് വരുന്ന അപമാനം മുൻകൂട്ടി കണ്ടിട്ട് യേശുവിൻ്റെ അമ്മ പ്രൈസ് ദി ലോർഡ് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നു പറഞ്ഞു, മകനെ, ആ കുടുംബത്തിൻ്റെ വീഞ്ഞ് തീർന്നു പോയി. പ്രൈസ് ദി ലോർഡ്. യേശു എന്തെങ്കിലും അത്ഭുതം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കില്ല. ചിലപ്പോൾ ഒരു മകനോടുള്ള വാത്സല്യത്തിൽ ഇങ്ങനെ ഒരു സംഭവ വിശേഷം ഇവിടെ ഉണ്ട് എന്ന് ചിന്തിച്ചായിരിക്കാം പറഞ്ഞത്. എന്നാലും യേശു പറഞ്ഞത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞത് സ്ത്രീയെ എന്ന് പറഞ്ഞാൽ അവിടെ യേശു അമ്മയെ താഴ്ത്തി കെട്ടുകയല്ല ചെയ്തത്. സ്തോത്രം. യേശു തൻ്റെ ദൈവത്വത്തിൽ നിന്നുകൊണ്ടാണ് ആ പ്രയോഗിച്ചത്. നമുക്കറിയാം, യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. യേശുവിൻ്റെ ദൈവത്വമാണ് മനുഷ്യത്വത്തിലേക്ക് വന്നത് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മളോ മനുഷ്യരാണ്. നമ്മുടെ മനുഷ്യത്വത്തിന്മേലാണ് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നമ്മളും യേശുവും അല്ലെങ്കിൽ ദൈവവുമായിട്ട് യോജിച്ചിരിക്കുന്നത് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. യേശു അമ്മയോട് പറയുകയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? പ്രൈസ്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എങ്കിലും യേശു എന്താ ചെയ്തത്? യേശു അവിടെ നിന്ന് ജോലിക്കാരോടൊക്കെ പറഞ്ഞു, ശുശ്രൂഷകരോട് പറഞ്ഞു, നിങ്ങൾ പ്രൈസ് ദി ലോർഡ് കൽപ്പിച്ചു, ഇങ്ങനെ കൽപ്പിച്ചത് യഹൂദന്മാർ, നിങ്ങൾ എൻ്റെ നാഴി ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അമ്മ ശുശ്രൂഷക്കാരോട് അവൻ വല്ലതും എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്ന് അവരോട് പറയുവാനിടയായി. അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. സ്തോത്രം. ഈ നിൽക്കുന്നത് ദൈവപുത്രനായ യേശുവാണ്. ചെറുപ്പം മുതലേ സ്തോത്രം യേശു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ദൂതൻ തന്നെ തന്നോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നീ ഒരു മകനെ പ്രസവിക്കും, അവർ ഇമ്മാനുവേൽ എന്ന് പേർ വിടണം, അത് ദൈവത്തിൻ്റെ പുത്രനാണ്, അനേകരെ പാവത്തിൽ നിന്ന് വിടുവിക്കാനുള്ളവനാണെന്ന് യേശുവിൻ്റെ മാതാവിന് അറിയാം. താനത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഉള്ളിൽ ഒതുക്കി താൻ ഈ വ്യക്തി ആരാണെന്ന് യേശുവിന്
തൻ്റെ അമ്മയ്ക്കറിയാം, യേശു ആരാണെന്ന് മാതാവിനറിയാം. എന്നാൽ സ്തോത്രം, താൻ അവിടെ എന്താണ്, യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്ന് പറയുമ്പോൾ തനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, അവൻ കൽപ്പിച്ചാൽ ചിലത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വ്യക്തികൾ പറഞ്ഞത്, പാസ്റ്ററെ ഞാൻ ഇന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നമ്മളിൽ ഒരു യേശു ഉണ്ട് എന്ന്, നമ്മളിൽ ദൈവം വസിക്കുന്നു എന്ന് ലോകക്കാർ കണ്ടിട്ടാണ് പ്രൈസ് ദി ലോർഡ് നമ്മളോട് പല വ്യക്തികളും പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിക്കുന്നത്. പലരും അത് കേൾക്കും, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കാതെ കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? അവർ പറഞ്ഞ വാക്ക്, അവരുടെ വേദനയെ നമ്മളോട് ഷെയർ ചെയ്തപ്പോൾ, അവരുടെ ഹൃദയം നമ്മളോട് പറഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, നമ്മൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. ദൈവം അവിടെയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? യേശു അവരോട് പറഞ്ഞു, സ്തോത്രം, അവിടെ എന്തുണ്ടായിരുന്നു? അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത് എന്താണ്? ഈ കൽപ്പാത്രങ്ങളിലൊക്കെ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി, യേശു മറ്റൊന്നും പറഞ്ഞില്ല, ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊടുക്കുവാൻ പറഞ്ഞു. സ്തോത്രം, വിരുന്ന് നടത്തുന്ന സ്തോത്രം അവർക്ക് കൊണ്ട് കൊടുക്കുവാൻ പറഞ്ഞു. കൊടുത്തു. രുചിച്ചു നോക്കിയാറെ എന്താണ്? ഏറ്റവും ശ്രേഷ്ഠമായ വീഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അത്ഭുതപരതന്ത്രരായി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാൻ വായിച്ചതിൻ്റെ അർത്ഥം എന്താണ്? യേശു ആ കുടുംബത്തിൻ്റെ ഇടപെടുവാനിടയായി. യേശുവിനെ ആ കുടുംബത്തിലേക്ക് ക്ഷണിച്ചത് മുഖാന്തരം യേശു ആ കുടുംബത്തിൽ ഇടപെടുവാനിടയായി. അത് അവരുടെ അപമാനത്തിൽ നിന്ന് അവരെ അനുഗ്രഹിപ്പാനിടയായി എന്ന വസ്തുതയാണ് ഇവിടെ നമ്മൾ വചനത്തിൽ നമ്മൾ കാണുന്നത്. എങ്കിലും നമ്മൾ മനസ്സിലാക്കുക, പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ സജീവമായി ഇടപെടുക മാത്രമല്ല, നമ്മുടെ ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ നിയന്ത്രണമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടവരാണ്. ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുവാനുള്ള പോയിന്റും ഇത് തന്നെയാണ്. നമ്മുടെ ദൈവം സജീവമായി നമ്മുടെ ജീവിതത്തിൽ ഇന്റർവീൻ ചെയ്യുന്നു. അവൻ്റെ ഇന്റർവെൻഷൻ നമുക്ക് പല ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ചെറിയ വിഷയങ്ങൾ, വലിയ വിഷയങ്ങൾ, ഇതൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ആ വിഷയങ്ങളുടെയൊക്കെ മധ്യത്തിൽ ദൈവം ഇടപെടുന്നത്, ദൈവത്തിന് സ്തോത്രം, നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്നു. പലപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് നമ്മൾ അവനിൽ ശ്രദ്ധ വെക്കാത്തത് കൊണ്ടാണ്. നമ്മൾ അവനിൽ ശ്രദ്ധ വെക്കാത്തത് കൊണ്ട്, അവൻ്റെ വാക്കുകൾക്ക് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട്, അവൻ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ കാര്യമായി ഗ്രഹിക്കാത്തത് കൊണ്ട് അവൻ്റെ പറയുന്നത് അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ദൈവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സജീവമായി ഇടപെടുന്നു. അവൻ്റെ ഇടപെടലുകൾ തിരിച്ചറിയേണ്ടതിന് നമ്മുടെ ചെവി ദൈവത്തെങ്കിലേക്ക് കൂർപ്പിച്ച് അവൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുവാൻ തയ്യാറാകണം. അവൻ നമ്മോട് ഇടപെടുന്ന സ്തോത്ര ഇടപെടലുകൾ ഗ്രഹിപ്പാൻ തക്കമുള്ള മനസ്സ് നമുക്ക് വേണം. ഒരുപക്ഷെ ദൈവം നമ്മോട് ഇടപെടുന്ന ദർശനത്തിലാകാം, പ്രൈസ് ദി ലോർഡ്, വെളിപ്പാടുകളിലൂടെ ആകാം, നമ്മുടെ സുഹൃത്തുക്കളിലൂടെ, ചില ആലോചനകളിലൂടെ ആകാം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ മധ്യത്തിൽ പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലും ചില കാര്യങ്ങൾ നമ്മോട് ചെയ്യുന്നതാകാം. അതിനനുസരിച്ച് വേണം നമ്മുടെ ജീവിതം നമ്മൾ മുൻപോട്ട് ക്രമീകരിച്ചു കൊണ്ടുപോകുവാൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കുക, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് മാറ്റിക്കളയുവാൻ, ദൈവത്തിന് പരിഹരിപ്പാൻ കഴിയാത്ത യാതൊരു വിഷയവും നമ്മുടെ മധ്യത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയെയും എനിക്കിത് സാധിക്കുകയില്ല, ഇതെൻ്റെ പ്രവൃത്തി പദത്തിന് അപ്പുറത്താണ്, ഈ പ്രവൃത്തി മാത്രം ചെയ്യാൻ എനിക്ക് കഴിയുകയില്ല എന്ന് യേശു ആരോടും പറഞ്ഞിട്ടില്ല. അവൻ്റെ അടുക്കൽ സ്തോത്രം നിരന്തരം നിലവിളിച്ചുകൊണ്ട് കടന്നു വന്നവരുണ്ട്, വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നവരുണ്ട്, തങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കിടന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു ചെന്നു. നമ്മൾ ചിന്തിച്ചാൽ ഏതാണ്ട് യേശു ജനിക്കുന്നതിന് മുൻപ് തന്നെ ആ കുളക്കരയിൽ കിടക്കുന്ന പ്രൈസ് ദി ലോർഡ് വ്യക്തി, അവന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. അവനവിടെ കടന്നു വന്നത് എന്തിനാണ്? ഒരു ദിവസം എനിക്ക് ആരും ചാടുന്നതിന് മുൻപിൽ ഈ ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ അതിൽ ഇറങ്ങി എനിക്ക് സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് കരുതിയാണ് അവൻ ആ കുളക്കര വന്ന് കടന്നത്. യേശു ജനിക്കുന്നതിന് മുമ്പേ അവൻ മുടന്തനാണ്, അവൻ വയ്യാത്തവനാണ്. സ്തോത്രം. അവന് ലോകത്തിൽ സാമാന്യ ജനത്തെ പോലെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം യേശു കണ്ടു. അവൻ വന്ന നിമിഷം യേശു കണ്ടു. യേശു അറിഞ്ഞു അവൻ ഒരു ദിവസം ഒരു പ്രതീക്ഷയുണ്ട്.
ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവനത് കഴിയാതെ ഇരിക്കുന്നു. എന്നാൽ അവൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുമെന്ന് പെടാൻ തുടങ്ങുന്ന സമയത്താണ് യേശു അവൻ്റെ അടുക്കൽ കടന്നു വന്നു. യേശുവിനേക്കാൾ പ്രായമുള്ള ആ വ്യക്തിയുടെ അടുക്കലേക്ക് യേശു കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. അവനോട് യേശു പറയുകയാണ്, അവൻ്റെ കിടക്കയെടുത്ത് നീ പോകാ, നീ നിന്റെ കിടക്കയും എടുത്ത് പോകാൻ പറഞ്ഞു. അവൻ കടന്നുപോയി, സൗഖ്യമുള്ളവനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അപമാനിക്കപ്പെടേണ്ട പല സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന ആ സമയങ്ങളിലെല്ലാം യേശു നമ്മോട് സജീവമായി ഇടപെട്ടു. നമ്മളെ അപമാന ഭാരത്തിൽ നമ്മളെ വിടുവിച്ചു. കടക്കാർ നമ്മളെ ഞെരുക്കേണ്ട സാഹചര്യങ്ങൾ വന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആ സാഹചര്യത്തിൽ യേശു നമ്മുടെ ജീവിതത്തിൽ യേശു ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ എത്രയോ ആൾക്കാർ രോഗത്താൽ ഡോക്ടേഴ്സ് സർജറി വേണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അവർ ആ സർജറിയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപ് വീണ്ടുമുള്ള ഫൈനൽ ടെസ്റ്റിൽ അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവരെ ഹല്ലേലൂയ സർജറിക്ക് വിധേയരാകാതെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. സജീവമായി സർജറി നടക്കാതിരുന്നിട്ടുണ്ട്. കാരണം എന്താണ്? അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം സജീവമായി ഇടപെടുവാനിടയായി. ഈ അടുത്ത നാളിൽ ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തി ചെറുപ്പം മുതലേ ഹാർട്ടിന് പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തി, ദൈവത്തിന് സ്തോത്രം, ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ അടുക്കൽ കടന്നു എന്ന് പറഞ്ഞു, എനിക്ക് സർജറി വേണ്ട, സർജറി ചെയ്യാൻ ഡേറ്റ് ഫിക്സ് ചെയ്തതാണ്, പക്ഷേ പൈസ കൊടുക്കാൻ പൈസ ഇല്ലാത്തത് മുഖാന്തരം എനിക്ക് സർജറി വേണ്ട എന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹം ഒരു ദൈവദാസനാണ്. തൻ്റെ 10-12 വയസ്സുള്ളപ്പോഴാണ് ഈ സംഭവം നടന്നത്. ദൈവത്തിന് സ്തോത്രം, സർജറി വേണ്ട, സർജറി ചെയ്തില്ല. അദ്ദേഹം ഇന്ന് ബൈബിൾ കോളേജിൽ പഠിച്ചു, ഒരു ശുശ്രൂഷകനായി ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ സാക്ഷ്യം എന്നെ ചലിപ്പിക്കാനിടയായി. എന്താണ്? ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടുവാനിടയായി. ഗോഡ് ഇന്റർവീൻഡ് ഇൻ ഹിസ് ലൈഫ്, ജീസസ് ഇന്റർവീൻഡ് ഇൻ ഹിസ് ലൈഫ്. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തി മാറ്റി ദൈവം അവൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു. ഇന്ന് ഈ പകൽക്കാലം പ്രിയമുള്ളവരെ, ഈ കാനാവിലെ ഈ കല്യാണ വീട്ടിൽ യേശു ഇടപെട്ടത് മുഖാന്തരം ആ കുടുംബത്തിൻ്റെ അപമാനം മാറിയതുപോലെ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് മുഖാന്തരം നമ്മളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയതുപോലെ, നമ്മെ ഹല്ലേലൂയ ദൈവം അനുഗ്രഹിപ്പാൻ തയ്യാറായതുപോലെ, ഇന്നും അനേകരുടെ ജീവിതത്തിൽ സജീവമായി ഇടപെടുന്ന യേശുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു പാഠം, ഈ ഒരു ഉപമ ഇവിടെ നമുക്ക് കാണുന്നത്, യേശു ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തി നമ്മളിവിടെ കാണുന്നത് നമുക്ക് വേണ്ടി എന്താണ് യേശു ചെയ്തത് എന്നൊന്ന് ചിന്തിപ്പാൻ വേണ്ടിയാണ്. നമ്മളിത് വായിക്കുമ്പോൾ ആ കഥ മാത്രമായിട്ട് വായിച്ചു പോകുകയല്ല, മറിച്ച് യേശു എൻ്റെ ജീവിതത്തിൽ എന്ത്, ആ കുടുംബത്തിൽ യേശു അങ്ങനെ ചെയ്തു. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ ജീവിതത്തിൽ, ഈ തലമുറയിൽ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സജീവമായി ഇടപെട്ടത്, എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഇടപെട്ടു എന്ന് നമ്മൾ ചിന്തിപ്പാൻ നമുക്ക് ഇടയായി തീരണം. നമ്മൾ ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ചാൽ, യേശുവിൽ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സജീവമായി ഇടപെടുന്ന യേശുവാണ് നമ്മുടെ യേശു എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തെ യേശുവിന് മുൻപിൽ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകുക. യേശുവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. ആ മധ്യസ്ഥതയാണ് യേശുവിൻ്റെ മുമ്പിൽ കടന്നു വന്നത്. യേശുവിൻ്റെ അമ്മയാണ് ആ സാഹചര്യത്തിൽ. ഇന്ന് നമ്മോട് മധ്യസ്ഥത അണയ്ക്കുവാനായി മധ്യസ്ഥത ആവശ്യപ്പെട്ടിരിക്കുന്നത്, സ്തോത്രം, ആ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ വിഷയങ്ങൾ ഇത്ര മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ്, പരിഹാരം വേണം, പ്രാർത്ഥിക്കണം. ആ സഹോദരി എന്നോട് പറയാനിടയായി, പാസ്റ്ററെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാനൊരു സർജറിയിലേക്ക് നീങ്ങുകയാണ്. പ്രൈസ്. അവരുടെ ഭയത്തിൽ നിന്ന്, അവരുടെ വേദനയിൽ നിന്ന്, അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്നാണ് അവരിത് പറയാനിടയായത്. കാരണം എന്താണ്? നമ്മളിൽ ഒരു യേശു വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ ഒരു യേശു വസിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി, അവർ കണ്ടിട്ടാണ് ദൈവദാസന്മാരായ നമ്മുടെ വിശ്വാസികളും നമ്മളെ ബന്ധപ്പെടുന്നവരും നമ്മളിൽ ആശ്രയിക്കുന്നവരും വിശ്വസിക്കുന്നവരും ഒക്കെ പ്രാർത്ഥന യാചിക്കുന്നത് എന്ന് നമ്മൾ മറന്നു കളയരുത്. ആകയാൽ പ്രൈസ് ദി ലോർഡ്, നമുക്ക് ഹല്ലേലൂയ നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. അവരുടെ വിഷയത്തിന്മേൽ ദൈവം ഇടപെടുന്നത് നമ്മൾ കാണണം. അവർക്ക് ആ വിടുതൽ ലഭിക്കുമ്പോൾ അവിടെ ദൈവനാമമാണ് മഹത്വം എടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ പ്രാർത്ഥന മുഖാന്തരമാകുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ശിഷ്യന്മാർ എന്താ പറയുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമുക്ക് ഇനിയും കൂടുതൽ ദൈവത്തിൽ വിശ്വസിപ്പാനും ആശ്രയിപ്പാനും ആവേശം പകരേണ്ടത് ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. നമ്മളെ ഹല്ലേലൂയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. ദൈവവചനത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ദൈവം തൻ്റെ വചനത്തെ ഉറപ്പിച്ചുകൊണ്ടിരിക്കും.
തീരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും വെളിപ്പെടുമ്പോൾ മാത്രമാണ് പ്രൈസ് ദി ലോർഡ് സ്തോത്രം ദൈവത്തിൻ്റെ വചനത്തെ മറ്റ് ഹൃദയങ്ങളിൽ ഉറപ്പിപ്പാൻ ഇടയായിത്തീരുന്നത്. അതിനുള്ള മുഖാന്തരമാണ് സ്തോത്രം നമ്മൾ ആത്മാർത്ഥമായി ജനത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുക എന്നുള്ളത്. നമ്മുടെ ശുശ്രൂഷ എന്താണ്? തകർന്നു കിടക്കുന്ന ജീവിതത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുക. കർത്താവേ, ഈ പട്ടണം തകർന്നു കിടക്കുന്നു, ഈ പട്ടണം തകർന്നു കിടക്കുന്നു, ഈ കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു, ഇന്ന കുടുംബങ്ങൾ ഡൈവോഴ്സിന്റെ വക്കിലേക്ക് എത്തി, അവർ ചെറുപ്പക്കാരാണ്, വിദ്യാഭ്യാസമുണ്ട്, ജ്ഞാനമുണ്ട്, വിവേകമുണ്ട്, ശമ്പളമുണ്ട്, സ്തോത്രം മറ്റാരിലും ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയാം, എന്നാൽ അവരുടെ ജീവിതം ഹല്ലേലൂയ ഡൈവോഴ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഉണ്ട്, എന്നാൽ ജീവിതം ഈ ലോകത്തിൽ എത്ര ദിവസം വരെ ഉണ്ട് എന്ന് ജീവിതം എണ്ണി കാത്തുകൊണ്ടിരിക്കുന്ന പലരുമുണ്ട്. അതുപോലെ സ്തോത്രം എൻ്റെ ജീവിതത്തിൽ സ്തോത്രം ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയാതെ ഭാരപ്പെട്ട് നേരെ നെടുവീർപ്പെടുന്ന പലരുമുണ്ട്. അവരുടെ ഒക്കെ മധ്യത്തിൽ എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? പ്രൈസ് ദൈവദാസന്മാരെന്ന നിലയിൽ ദൈവത്തിന് സ്തോത്രം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ദൈവമേ, നീ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ. എൻ്റെ ജീവിതത്തിൽ എന്നെ അത്ഭുതങ്ങളിലൂടെ വഴി നടത്തിയ ദൈവമേ, അവരുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയട്ടെ. ഇവിടെ യേശുവിൻ്റെ അമ്മയുടെ ആ ഒരൊറ്റ വാക്കിന് മുൻപിൽ യേശു സ്തോത്രം തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം അവിടെ ചെയ്യുവാനിടയായി. അതിന് കൊടുത്തിരിക്കുന്ന അടയാളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സൈൻ. യോഹന്നാൻ പഠിപ്പിക്കുന്ന സൈൻ, അടയാളം. പ്രൈസ് ദി ലോർഡ്. ആ അടയാളം താൻ അവിടെ പ്രവർത്തിച്ചത് സ്തോത്രം ദൈവനാമ മഹത്വത്തിന് കാരണമായി തീർന്നു. യേശു ദൈവത്തോട് അനേകർ വിശ്വസിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഇന്ന് പകൽക്കാലം യേശു മനുഷ്യരുടെ ഇടയിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് മാത്രമല്ല, നമ്മോടുകൂടെ യേശു ഉണ്ടെന്ന് നമ്മളെ ശോധന ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുള്ള പലർക്കും അത് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. യോസഫിനോടുകൂടെ ദൈവമുണ്ടെന്ന് ആര് കണ്ടു? പോത്തിഫേർ കാണുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. കാരാഗൃഹ പ്രമാണിക്ക് മനസ്സിലായി അവനോടുകൂടെ ദൈവമുണ്ട്. യോസഫിനോടുകൂടെ ദൈവമുണ്ടെന്ന് പ്രൈസ് ദി ലോർഡ് ഫറവോന് മനസ്സിലായി. ആരാ? നമ്മളെ വീക്ഷിക്കുന്നവർക്ക്, നമ്മളോട് ഇടപെടുന്നവർക്ക് മനസ്സിലാകും ഇവരോടുകൂടെ ദൈവമുണ്ട് എന്ന്. അവരിലൂടെയാണ് സ്തോത്രം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. കാരണം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ സജീവമായി ഇടപെടണമേ. എന്നോട് വ്യക്തിപരമായി ഇടപെടുന്നവരുടെ ജീവിതത്തിൽ ദൈവം സജീവമായി ഇടപെടണമേ. എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം സജീവമായി ഇടപെടണമേ. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ അടുത്ത നിമിഷം എന്തായി തീരുമെന്ന് ഭാരപ്പെട്ട് നിൽക്കുന്ന അനേകരുണ്ട്. അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണമേ. രോഗക്കിടക്കയിലായിരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണമേ. സാമ്പത്തികമായ വിഷയങ്ങളുടെ മേൽ ഭാരപ്പെടുന്നവരുടെ മേൽ ദൈവം ഇടപെടണമേ. കർത്താവെ, ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ ഒന്ന് വിശാലമാക്കി നാദാ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പല നന്മകളും പ്രാപിക്കാൻ ഇന്നുവരെ കഴിയാതിരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവമേ അങ്ങ് ഇടപെടണമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ സജീവമായി ഇടപെട്ട് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമാണെന്ന് പ്രൈസ് ദി ലോർഡ് ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് രുചിച്ചറിയുവാൻ ഇടയായി തീരേണ്ടതിന്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കേണ്ടതിന് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ സജീവമായി ഇടപെടണമേ. ഞങ്ങൾക്ക് ആലോചന ഓരോ ദിവസവും പറഞ്ഞു തരണമേ. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കണ്ടിട്ട് അവർ ദൈവത്തിൽ ആശ്രയിപ്പാൻ ഇടയായി തീരണമേ. അതിനുവേണ്ടി ഞങ്ങളെ സമർപ്പിച്ചു തരികയാണ്. പരിശുദ്ധ പിതാവേ, ഈ വചനം കേട്ട ഓരോ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടണമേ. അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നാദാ, ഈ മീറ്റിംഗ് ഒരുക്കിയ തോമസ് സാറിനായി സ്തോത്രം. ഗോഡ് ഹൂ സീസ് മിനിസ്ട്രിയെയും അതിൻ്റെ സജീവ പ്രവർത്തകരെയും അതിൻ്റെ പങ്കാളികളായി എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ വിഷയങ്ങളെ ഏൽപ്പിച്ചു തരികയാണ്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവനാമയുടെ മഹത്വം എടുത്തുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് ദൈവം ഒരു നല്ല ദിവസം നൽകി ഈ 16-ാം തീയതി ദിവസം ദൈവം അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. Ah
സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. അപ്പമായെന്നും കൂടെ വാഴുന്ന ദൈവമേ നിനക്കെന്നും ആരാധന. ചങ്കിലെ ചോര നീ എനിക്കായൊഴുക്കി, നിൻ ദേഹമെനിക്കായി പകുത്തു തന്നു. ചങ്കിലെ ചോര നീ എനിക്കായി ഒഴുക്കി, നിൻ ദേഹമെനിക്കായി പകുത്തു തന്നു. എൻ ഘോര പാപങ്ങൾ നീ പൊറുത്തു, എനിക്കായി കുരിശിൽ നിൻ ജീവനേകി. എൻ ഘോര പാപങ്ങൾ നീ പൊറുത്തു, എനിക്കായി കുരിശിൽ നിൻ ജീവനേകി. എനിക്കായി കുരിശിൽ നിൻ ജീവനേകി. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. അപ്പമായെന്നും കൂടെ വാഴുന്ന ദൈവമേ നിനക്കെന്നും ആരാധന. നിൻമാംസരക്തങ്ങൾ ജീവന്റെ ഭോജ്യമായി എന്നുമെന്നുള്ളിൽ വസിച്ചിടുന്നു. നിൻമാംസരക്തങ്ങൾ ജീവന്റെ ഭോജ്യമായി എന്നുമെന്നുള്ളിൽ വസിച്ചിടുന്നു. കാരുണ്യമേകുന്ന കാൽവരിനാഥ എന്നുമെന്നും നിനക്കാരാധന. കാരുണ്യമേകുന്ന കാൽവരിനാഥ എന്നുമെന്നും നിനക്കാരാധന. ആരാധന സ്തുതി ആരാധന. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. അപ്പമായെന്നും കൂടെ വാഴുന്ന ദൈവമേ നിനക്കെന്നും ആരാധന.